നമസ്കാരം. കേരളത്തെ പിടിച്ചുകുലുക്കിയ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വരാൻ ഇനി ഒരേയൊരു ദിവസം മാത്രം. 8 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ സംഭവം നടന്നിട്ട്. വിധി ആർക്കൊക്കെ അനുകൂലമായിരിക്കും, ആർക്കൊക്കെ പ്രതികൂലമായിരിക്കും എന്നുള്ള ആകാംക്ഷയാണ് എല്ലാവർക്കും. വിധിയുടെ തീയതി തീരുമാനിച്ചപ്പോൾ തന്നെ ജഡ്ജി ഹണിയും വർഗീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കേസിന്റെ തുടക്കം മുതൽ ജഡ്ജിയെ സംശയമുനയിലാക്കുന്ന പ്രചാരണങ്ങളാണ് ഒരു വിഭാഗം നടത്തിയത്. പക്ഷേ അപ്പോഴൊക്കെ സമചിത്തത കൈവിടാതെ അവർ മുന്നോട്ട് പോയി. ഭർത്താവും കുടുംബവും അടക്കമുള്ള സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പോലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചിലർ പ്രചാരണങ്ങൾ നടത്തി. ഈ ആൾക്കൂട്ട ആക്രമണങ്ങളെയെല്ലാം അതിജീവിച്ചാണ് വിചാരണ പൂർത്തിയാക്കി അവർ തിങ്കളാഴ്ച വിധി പറയാൻ ഒരുങ്ങുന്നത്. വനിതാ ജഡ്ജിയെ വേണമെന്നാവശ്യപ്പെട്ടത് അതിജീവിത തന്നെയാണ്. പിന്നീട് ഈ വനിതാ ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതേ അതിജീവിത സുപ്രീം കോടതി വരെ കയറിയിറങ്ങി. എന്നാൽ ഹണിയം വർഗീസ് എന്ന ന്യായാധിപയിൽ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു പരമോന്നത കോടതിയും ചെയ്തത്. ഇരയ്ക്ക് വേണ്ടിയാണെന്നുള്ള വ്യാജേനയാണ് ഒരു വിഭാഗം ജഡ്ജിയെ വേട്ടയാടിയത്. ജഡ്ജിക്കെതിരെ അതിജീവിതയും പ്രോസിക്യൂഷനും പലതവണ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു. പ്രോസിക്യൂഷൻ ഇരയുടെ മാലാക ചമയേണ്ട എന്നുപോലുമുള്ള വിമർശനം പ്രോസിക്യൂഷന് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. കേസിൽ 3 പ്രോസിക്യൂട്ടർമാർ മാറി മാറി വന്നു. ചിലർ രാജിവെച്ചു. 2021 മാർച്ച് 1 ജസ്റ്റിസ് ഖാൻവിൽക്കറും ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയും അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് 6 മാസത്തിനകം നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. എ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് ഉത്തരവിൽ പരാമർശിച്ചുകൊണ്ടാണ് വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ കോവിഡ് സാഹചര്യം പരിഗണിച്ച് നൽകിയ ഹർജിയിൽ 2022 ഫെബ്രുവരി 16 വിചാരണ പൂർത്തിയാക്കാൻ ജസ്റ്റിസ് ഖാൻവിൽക്കറും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും അടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. 2021 ഓഗസ്റ്റ് 16 ഇത്. എന്നാൽ പിന്നീട് കേരളം കണ്ടത് വ്യക്തമായ സ്ഥാപിത താൽപ്പര്യത്തോടെ സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ വിചാരണ കോടതിയെയും ജഡ്ജിയെയും ഉൾപ്പെടെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർക്ക് അപമാനം സഹിക്കേണ്ടി വന്നു. പക്ഷേ കോടതിക്കെതിരെ രംഗത്തു വന്ന സംസ്ഥാന സർക്കാരിനും പ്രോസിക്യൂഷനും ശക്തമായ തിരിച്ചടികളാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിന്ന് നേരിടേണ്ടി വന്നത്. കോടതിയുടെ തിരിച്ചടികളിൽ നിന്നുള്ള മനസാക്ഷിക്കുത്ത് കൊണ്ടായിരിക്കണം പിന്നീട് 3 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചത്. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. കോടതിയെയും ജഡ്ജിയെയും മാറ്റണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ആവശ്യങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ടത് തിരിച്ചടികളാണ്. ഈ കേസിൽ ജഡ്ജിയെ മാറ്റേണ്ട ആവശ്യമില്ലെന്ന് ഉത്തരവിട്ട സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ജഡ്ജിക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു. മാധ്യമ ശ്രദ്ധ നേടിയ കേസാണിത്. അതുകൊണ്ട് തന്നെ ജഡ്ജിക്ക് സമ്മർദ്ദമുണ്ടായേക്കാം. ഓരോ വിഷയങ്ങൾ പ്രത്യേകിച്ചെടുത്ത് ജഡ്ജി മുൻവിധിയോടെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള ആരോപണം ഉന്നയിക്കരുത്. ഈ ആരോപണങ്ങളെല്ലാം ജഡ്ജിയുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ളതാണ്. കോടതിയെയും ജഡ്ജിയെയും അവരുടെ കർത്തവ്യ നിർവഹണത്തിന് സഹായിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. ഇങ്ങനെയായിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി മാറ്റണം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പരാമർശിച്ചത്. തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പുള്ള ഒരു കേസിൽ പുതിയ സാക്ഷികളെ രംഗത്ത് കൊണ്ടുവന്ന് വിധി നീട്ടാനുള്ള തന്ത്രമാണ് പ്രോസിക്യൂഷൻ എടുക്കുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നീതിയുക്തമായ വിചാരണ മാത്രമല്ല, വേഗത്തിലുള്ള വിചാരണയും പ്രതിയുടെയും ഇരയുടെയും അവകാശമാണ്. പക്ഷേ അതെല്ലാം മറന്നുകൊണ്ടായിരുന്നു ഒരു ജുഡീഷ്യൽ സംവിധാനത്തെ അപഹാസ്യമാക്കുന്ന തരത്തിൽ പ്രോസിക്യൂഷൻ്റെ പല പ്രവൃത്തികളും. വിചാരണയുടെ പല ഘട്ടങ്ങളിലും ചിലർ പത്രസമ്മേളനം നടത്തി, ഓരോരോ വാദങ്ങൾ ഉന്നയിച്ചു. ഇതിനിടയിലായിരുന്നു കുറേ വെളിപ്പെടുത്തലുകളുമായി ബാലചന്ദ്രകുമാറിൻ്റെ രംഗപ്രവേശം. ഈ കേസിൻ്റെ തുടക്കത്തിൽ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടത് കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപ് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയും ഈ ആവശ്യവുമായി ഹൈക്കോടതിയിലെത്തി. അപ്പോഴൊക്കെയും എന്തോ വലിയ പരിഭ്രാന്തിയിലായിരുന്നു പ്രോസിക്യൂഷൻ. വിചാരണ തുടങ്ങി 80 സാക്ഷികളെ വിസ്തരിച്ചതിനു ശേഷമാണോ കോടതിയിൽ വിശ്വാസമില്ലെന്ന് പറയുന്നത് എന്നാണ് കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയ അതിജീവിതയോടും പ്രോസിക്യൂഷനോടും ഹൈക്കോടതി ചോദിച്ചത്. അതിനുശേഷം 200-ലധികം സാക്ഷി വിസ്താരം പൂർത്തിയായിരിക്കുമ്പോഴാണ് വീണ്ടും സമയം നീട്ടിച്ചോദിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതിജീവിതയെ വിസ്തരിക്കുന്ന സമയത്ത് പ്രതിഭാഗത്തിൻ്റെ 20ഓളം അഭിഭാഷകർ കോടതിയിൽ ഹാജരായെന്നും അത് അവരെ മാനസികമായി തളർത്തിയെന്നും ആരോപിച്ച് അതിജീവിതയുടെ അഭിഭാഷകനായ S. ശ്രീകുമാർ ഹൈക്കോടതിയിലെത്തി. കോടതി മാറ്റാനുള്ള ആവശ്യത്തിന് കാരണമായി അതിജീവിത പറഞ്ഞതും ഇതേ കാരണമായിരുന്നു. നിയമപരമായി ഇതൊരു ചട്ടലംഘനമല്ല. കാരണം ഒരു കേസിൽ എത്ര അഭിഭാഷകർ കോടതിയിൽ ഹാജരാകണമെന്നുള്ളതിനെക്കുറിച്ച് നിയമത്തിൽ പറയുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രിസൈഡിംഗ് ജഡ്ജിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് അഭിഭാഷകരുടെ എണ്ണം നിയന്ത്രിക്കാമെന്നല്ലാതെ പ്രതിക്കും വാദിക്കും ഹാജരാകുന്ന അഭിഭാഷകരുടെ എണ്ണത്തെക്കുറിച്ച് ഒരിടത്തും നിഷ്കർഷിക്കുന്നില്ല. അഭിഭാഷകരെ കാണുമ്പോഴോ പ്രതിഭാഗം അഭിഭാഷകൻ ക്രോസ് വിസ്താരം നടത്തുമ്പോഴോ അതൊരു മാനസിക പീഡനമായി ആരോപണമുയർത്തി വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ പിന്നെ വിചാരണയുടെ തന്നെ ആവശ്യമില്ലല്ലോ. പ്രത്യേക CBI കോടതി ജഡ്ജിക്കെതിരെ
വ്യക്തിപരമായ ആരോപണങ്ങളൊന്നുമില്ലെന്ന് പ്രോസിക്യൂഷൻ തന്നെ ഹൈക്കോടതിയെ അറിയിച്ചതാണ്. വ്യക്തിപരമായ ആരോപണങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ പ്രതിഭാഗത്തിൻ്റെ വാദമാണോ പ്രോസിക്യൂഷനെ വിരളി പിടിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. കുറേ മൊബൈൽ ടവർ ലൊക്കേഷനുകളും മെമ്മറി കാർഡുകളുമൊക്കെയായി ഗൂഢാലോചന തെളിയിക്കാൻ ഇറങ്ങിയ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും 80ഓളം സാക്ഷികളെ വിസ്തരിച്ചതിനു ശേഷം തോൽക്കുമെന്ന തോന്നലുണ്ടായതോടെയാണോ ജഡ്ജിക്കെതിരെ ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിച്ചത്? ആദ്യത്തെ എഫ്ഐആറിൽ ദിലീപ് പ്രതിയല്ലായിരുന്നു. പിന്നീട് അയാളെ പ്രതി ചേർത്തു. 86 ദിവസത്തോളം ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഒരാൾക്ക് മനുഷ്യാവകാശമില്ലേ? അതോ വേടന് മാത്രം മതിയോ ഇത്തരം കേസുകളിൽ സംരക്ഷണവും പിന്തുണയും? വനിതാ ജഡ്ജിയെ വേണമെന്ന് പറഞ്ഞപ്പോൾ വനിതാ ജഡ്ജിയെ നൽകി. ജഡ്ജിയെ മാറ്റണം, വിചാരണ കോടതി മാറ്റണം എന്നൊക്കെ ഈ കേസിൽ മാത്രം അതിജീവിത ആവശ്യപ്പെടുമ്പോൾ ICUവിലും ആംബുലൻസിലും വരെ പീഡിപ്പിക്കപ്പെട്ട അതിജീവിതമാരുള്ള നാടാണ് നമ്മുടെ കേരളം എന്നുകൂടി ഓർക്കണം. ഒരു കാര്യം ഉറപ്പാണ്, തിങ്കളാഴ്ച വിധി വരുമ്പോൾ ദിലീപ് ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവർ പറയും അത് ദിലീപിൻ്റെ സ്വാധീനം കൊണ്ടാണെന്ന്. അതെ, ഇത് കേരളമാണ്. ചിലർക്ക് വേണ്ടി ചിലർ ഇരവാദം മുഴക്കുകയും ചിലരെ അപവാദം പറഞ്ഞില്ലായ്മ ചെയ്യുകയും ചിലർ എന്തു തെറ്റു ചെയ്താലും ന്യായീകരണങ്ങൾ കണ്ടെത്തി പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നവരുടെ നാട്.